ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാധ കനിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴേക്കും ലക്ഷ്മിയായി മാറുന്ന ടീച്ചർ അമ്മ അങ്ങോട്ട് എത്തുന്നുണ്ട്. ടീച്ചർ അമ്മ അതിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ളതാ, ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒന്നിനെയും ഇവിടെ നിർത്താൻ പറ്റില്ല. അതിനി ഞാൻ ലോകം കാണാത്തതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്ന് രാധ പറയുമ്പോഴേക്കും ഇവിടെ കനി നിൽക്കാൻ പാടില്ലെന്ന് രാധ എങ്ങനെ പറയും? രാധയ്ക്ക് ഈ വീട് സരസ്വതി എഴുതി തന്നിട്ടുണ്ടോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. മക്കൾക്ക് 3 ആൾക്കുമായിട്ട് വരുമല്ലോ എന്ന് രാധ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ കുഞ്ഞിയുടെ മുറി കനി ഉപയോഗിക്കട്ടെ എന്നും മൊത്തത്തിൽ രാധയ്ക്ക് വീടിന് അവകാശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറക്കി വിടാനൊന്നും പറ്റില്ലെന്നും ടീച്ചർ അമ്മ പറയുന്നുണ്ട്. ഇവൾ ഇനിയും ഇവിടെ വന്ന് നിൽക്കും, ആ വിഷയത്തില് വേറെ ആരും കയറി ഇടപെടണ്ട എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ആരും ഒന്നും മിണ്ടാനാവാതെ നിൽപ്പാ. ലക്ഷ്മി മഹേഷിന്റെ അടുത്തേക്ക് ചെന്ന് മഹേഷ് എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് മഹേഷ് പറയുമ്പോഴേക്കും വിഷ്ണു സാറേ ഇതിൽ നിയമപ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ വിഷ്ണു അകത്തേക്ക് പോകുമ്പോഴേക്കും നിന്നെയൊക്കെ സരസ്വതി നല്ല ആടി തന്നു വളർത്താത്തതിന്റെ എല്ലാ ദോഷവും ഉണ്ട്. എന്റെ പിള്ളേർ വല്ലതും ആയിരുന്നെങ്കിലേ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് രാധയോടും മഹേഷിനോടുമായി പറഞ്ഞിട്ട് കനിയെ തന്റെ കൂടെ കൊണ്ടുപോകുകയാണെന്നും ഇനിയും ഇവൾ ഇവിടെ വന്ന് നിൽക്കുമെന്നും ഒരക്ഷരം ഇവളോട് മിണ്ടിപ്പോവരുത് കേട്ടല്ലോ എന്ന് ടീച്ചർ അമ്മ അവരെ താക്കീത് ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുന്ന കല്ലൂസിനോട് ലക്ഷ്മി ബൈ പറയുമ്പോഴേക്കും കല്ലൂസും ചിരിച്ചോണ്ട് ടാറ്റ കൊടുക്കുന്നുണ്ടേ. ഇത് കണ്ട് രാധ അമ്പരപ്പോടെ അവൾ നോക്കുമ്പോഴേക്കും ടീച്ചറമ്മ കനിയെ കൊണ്ട് കാറിൽ കയറി യാത്രയാവുന്നുണ്ട്. അഴിഞ്ഞാടുന്ന പെമ്പിള്ളാർക്ക് സപ്പോർട്ടുമായിട്ട് അമേരിക്കന്ന് വരുമല്ലോ ആൾക്കാര്, കൊള്ളാം എന്ന് രാധ ദേഷ്യത്തോടെ പിറുപിറുക്കുന്നുണ്ട്. കാറിൽ യാത്ര ചെയ്തോണ്ടിരിക്കെ ചെറിയമ്മേ നമ്മളിത് എങ്ങോട്ടാണെന്ന് കനി ചോദിക്കുമ്പോഴേക്കും നീ വെയിറ്റ് ചെയ്യടി ക്ഷമയില്ലാത്ത പെണ്ണ് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും റോഡ് സൈഡിൽ നിൽക്കുന്ന കേശു കാറിന് കൈ കാണിക്കുന്നുണ്ട്. ഇതാരാണെന്ന് നോക്കെന്ന് ചെറിയമ്മ പറയുമ്പോഴേക്കും കാർ നിർത്തി കേശു കാറിനകത്തേക്ക് കയറുന്നുണ്ട്. കേശു നീ എന്താ ഇവിടെ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ഞാനല്ലേ ഈ കാറ് വിളിച്ചു വിട്ടത് എന്ന് കേശുവും പറയുന്നുണ്ട്. എന്താ ഇതൊക്കെ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും രാധ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴേ കാര്യങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് തനിക്ക് മനസ്സിലായെന്നും താൻ കേശുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നും ടീച്ചറമ്മ പറയുമ്പോ പെട്ടെന്ന് തന്നെ ടീച്ചർ ഈ ഗെറ്റപ്പിലേക്ക് മാറിയിട്ട് തന്നോടൊരു ടാക്സി വിളിക്കാൻ പറഞ്ഞെന്ന് കേശുവും പറയുന്നുണ്ട്. പിന്നെ താൻ ലാഡർ വഴി പറമ്പിലിറങ്ങി ബാക്കിലെ ഗേറ്റ് വഴി പുറത്തു വന്ന് കറങ്ങി. എങ്ങനെയുണ്ടെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഒറ്റയ്ക്ക് ഒന്ന് കനിയും. പിന്നീട് ടീച്ചറമ്മ കേശുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നതും രാധ കനിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും ടീച്ചറമ്മ തന്റെ പ്ലാൻ നടപ്പാക്കുന്നതുമെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കൊള്ളാമെന്ന് കനിയും. കേശുവിനും കനിക്കും ശരിക്കും വിഷമായല്ലേന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഇത് കേട്ട് കേശു പറയുന്നുണ്ട് കുഴപ്പമില്ല ടീച്ചറെ, എന്നാലും നമ്മൾ നന്നായി പോകുന്ന നേരത്തെ കള്ളനായി പിടിച്ചത് കുറച്ച് വിഷമമായി. മനസ്സിലായിടാ, അതും എന്നെ കാണാൻ വന്ന കാരണം അല്ലേന്ന് ടെൻഷനോടെ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നുമല്ല ടീച്ചറെ, അതിപ്പോ പിടിക്കാൻ യോഗമുണ്ടെങ്കിൽ കാരണമൊന്നും വേണ്ടല്ലോ എന്ന് കേശു പറയുമ്പോഴേക്കും കനിയും വെറുതെ ചീത്ത പേര് കേട്ടെന്ന് ടെൻഷനോടെ ചെറിയമ്മ പറയുന്നുണ്ട്. രാധേച്ചിയുടെ കയ്യിന്ന് അല്ലെങ്കിലും നമ്മൾ നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. മാത്രമല്ല ചെറിയമ്മയുടെ ബോംബെങ്കിൽ എല്ലാം ഭസ്മമായില്ലേ, അതിൽ ഞാൻ ശരിക്കും ഹാപ്പിയാണെന്ന് കനി സന്തോഷത്തോടെ പറയുന്നുണ്ട്. എന്നാലും കേശു വീട്ടിലും കനി ഹോസ്റ്റലിലും ഇന്ന് പോയി നിന്നാൽ ശരിയാവില്ല, നിങ്ങൾ രണ്ടുപേരും ഡെസ്പായി പോവും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും പിന്നെ ഈ രാത്രി എവിടെ പോവാനാന്ന് കനിയും ചോദിക്കുന്നുണ്ടേ. അത് പിള്ളേരെ നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ ഈ നേരത്തെ എവിടെ പോവാനാന്ന് കനി ചോദിക്കുന്നുണ്ട്. ഒരു വട്ടം ആലോചിച്ചുകൊണ്ട് നമുക്ക് കൃഷ്ണചന്ദ്രൻ സാറിന്റെ വീട്ടിൽ പോയാലോ എന്ന് ചെറിയമ്മ ചോദിക്കുന്നുണ്ട്. സാർ എന്തായാലും ട്യൂഷൻ സെന്ററിന്റെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചതല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അത് കൊള്ളാം, ഒരു ട്രിപ്പുമാവും സാറിനൊരു സർപ്രൈസ് എന്ന് കനി പറയുമ്പോഴേക്കും അപ്പൊ പോവല്ലേ കേശു എന്ന് ടീച്ചറമ്മ കേശുവിനോടായി ചോദിക്കുന്നുണ്ട്. പോവാൻ ടീച്ചറെന്ന് കേശു സമ്മതിക്കുമ്പോഴേക്കും അപ്പൊ വണ്ടി നേരെ കായംകുളത്തേക്ക് വിടട്ടെ എന്ന് ടീച്ചറമ്മ ഡ്രൈവറോടായി പറയുന്നുണ്ട്. രാവിലെ നടത്തമൊക്കെ കഴിഞ്ഞ് പത്രവുമായി തന്റെ വീട്ടിലേക്ക് എത്തുന്ന കൃഷ്ണചന്ദ്രൻ സാർ തന്റെ മുറ്റത്തൊരു ടാക്സി കിടക്കണ കണ്ട് അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. കാറിനടുത്തേക്ക് ചെന്ന് സാറും കാറിന്റെ ഗ്ലാസിൽ മുട്ടുമ്പോഴേക്കും ചിരിച്ചോണ്ട് കനിയും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവളെ കണ്ട് സന്തോഷത്തോടെ കനി ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് സാറ് പറയുമ്പോഴേക്കും ആരൊക്കെ ഒപ്പമുള്ളതെന്ന് സാറ് ചോദിക്കുന്നുണ്ട്. 2 ആളുണ്ടെന്നും 2 ആളെയും സാറിന് നന്നായിട്ട് അറിയാമെന്നും പക്ഷെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കാമെന്നും കനിയും പറയുന്നുണ്ട്. ഓക്കെ, ആരൊക്കെയാണെന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും കനി കാറിന്റെ ഗ്ലാസിൽ തട്ടുമ്പോഴേക്കും കേശുവും പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്.
ഇതാണ് ഞങ്ങളുടെ വിശ്വവിഖ്യാതനായ കേശു എന്ന് കരുണി പരിചയപ്പെടുത്തുമ്പോഴേക്കും സാറ് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് കേശുവിന് ഷെയ്ക്ക് ഹാൻഡ് എല്ലാം കൊടുത്തോണ്ട് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നെ പറ്റി കേട്ടത് നല്ലതാണോ സാറെന്ന് കേശു ചോദിക്കുമ്പോഴേക്കും ഞാൻ അറിയാൻ രണ്ടു വഴിയല്ലേ ഉള്ളൂ, ഒന്ന് സരസ്വതിയും മറ്റേത് കനികയും. ഇവര് രണ്ടാളും കേശുവിനെ പറ്റി മോശം പറയോ എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും പറയില്ലെന്ന് കേശുവും. അല്ല, ആരാ മൂന്നാമൻ എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും കനി കാറിന്റെ ഗ്ലാസ്സിൽ തട്ടുമ്പോഴേക്കും ഫ്രണ്ട് ഡോർ തുറന്ന് ടീച്ചർ അമ്മയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ. ചിരിച്ചോണ്ട് ടീച്ചറമ്മ അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും സാർ, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്മി കുഞ്ഞ എന്ന് കനി പരിചയപ്പെടുത്തുന്നുണ്ട്. ലക്ഷ്മി സാറിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴേക്കും സാറും അവളെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചോണ്ട് നിൽപ്പാ. ഞാൻ ലക്ഷ്മി, സരസ്വതിയുടെ 5 മിനിറ്റ് യങ്ങർ സിസ്റ്റർ. US-ൽ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡ് ഹെൻറി US സിറ്റിസൺ കൂടിയാണ്. അവിടെ എംബസിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും സാറും പുഞ്ചിരിച്ചോണ്ട് ലക്ഷ്മിയെ തന്നെ നോക്കി നിൽപ്പാ. ഒരു ചായ ഇട്ടു തരാം, ഓക്കെ എന്ന് പറഞ്ഞ് സാറ് പോവാൻ തുടങ്ങുമ്പോഴേക്കും തിരിഞ്ഞു നിന്ന് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ചായ ഇട്ടു തരാൻ മാത്രം കോൺഫിഡൻസ് ആയോന്നാവും സരസ്വതി ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും ടീച്ചറമ്മ അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട്. സാർ, ഞാൻ എന്ന് ടീച്ചറമ്മ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സാർ ഇത് ലക്ഷ്മി കുഞ്ഞിയാണെന്ന് കനിയും പറയുന്നുണ്ട്. സാർ അത് സമ്മതിച്ചോണ്ട് ഓക്കെ വേഷം, പക്ഷേ ഉള്ളിൽ സരസ്വതിയാണെന്ന് എനിക്കറിഞ്ഞൂടെ എന്ന് സാറ് പറയുമ്പോഴേക്കും ഓ പൊളിഞ്ഞെന്ന് ടീച്ചറമ്മ ശബ്ദം താഴ്ത്തി കനിയോടായി പറയുന്നുണ്ട്. അല്ല സാറ് ഇതെങ്ങനെ മനസ്സിലായി? എന്റെ മക്കൾക്ക് കൂടി മനസ്സിലായില്ല എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ട്രാവൽ ചെയ്തപ്പോഴേ മേക്കപ്പ് കുറച്ച് അലമ്പായിട്ടുണ്ട് അതല്ലേ സാറിന് കനി ചോദിക്കുമ്പോ അല്ല, തിരിച്ചറിയാനുള്ള ദൈവത്തിന്റെ ഒരു മുദ്രയുണ്ട് സരസ്വതിയുടെ വലതു കൈ. ഈ മോൾ ഓൺ ദ റൈറ്റ് ഹാൻഡ്, അതല്ലേ സരസ്വതിയുടെ SSLC ബുക്കിലെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും സാർ ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു സാറേന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി എന്നെ കാണുമ്പോഴുള്ള പരിചയമില്ലായ്മയുടെ ഭാവം അതിന്റെ സൂക്ഷ്മതയിൽ ഇല്ലായിരുന്നു. ഞാൻ മൈക്രോ ജസ്റ്റിസ് ഒക്കെ വായിച്ചിട്ടുണ്ട് എന്ന് സാറ് വിശദമാക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമോ സാർ എന്ന് കനിയും ചോദിക്കുന്നുണ്ട്. സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നവർക്ക് പറ്റും. ലക്ഷ്മി എന്ന് കനി പറയുമ്പോഴും ഈ വേഷം ലക്ഷ്മിയുടേതായിരിക്കുമ്പോഴും സംസാരിക്കുന്ന രീതി മറ്റൊന്നായിരിക്കുമ്പോഴും ഈ മുഖം എന്നോട് സരസ്വതിയായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് സാറ് പറയുമ്പോഴേക്കും ഓ ഇനി ഈ വേഷം കെട്ടാനുള്ള കോൺഫിഡൻസ് പോയി സാർ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായെന്നല്ലേ ഉള്ളൂ. ഇപ്പോ സ്വന്തം മക്കൾക്ക് പോലും പിടികിട്ടിയില്ല എന്ന് പറഞ്ഞില്ലെന്ന് സാർ ചോദിക്കുമ്പോഴേക്കും വീണയ്ക്ക് പോലും പിടികിട്ടിയില്ല സാർ എന്ന് കനിയും. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലായെന്നേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നമുക്ക് പരിചയമുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരവും അവരോട് സംസാരിക്കും. അഭിനയം എന്നത് വിവേകപൂർവം അതിനെ മറികടക്കൽ കൂടിയാണ് എന്ന് സാറ് പറയുമ്പോഴേക്കും എനിക്കതൊന്നും അറിയില്ല സാർ, ഞാൻ അവളെ പോലെ പെരുമാറാൻ ശ്രമിച്ചെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അതെ, അതുതന്നെയാണ് അഭിനയത്തിലെ മികച്ച മാതൃക. പക്ഷേ സരസ്വതിക്ക് അത് എൻ്റെ അടുത്തൊന്ന് പാളിപ്പോയി എന്ന് മാത്രം എന്ന് സാറ് പറയുന്നത് കേട്ട് ടീച്ചറമ്മ ആകെ ചമ്മലോടെ നിൽപ്പുണ്ട്. സാർ അവരെ അകത്തോട്ട് വിളിച്ച് തളത്തിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന തന്റെ ക്ലാസ് റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്ലാസ് റൂം, എങ്ങനെയുണ്ടെന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും ഗുരുകുല ട്യൂഷൻ അല്ലേന്ന് ടീച്ചറമ്മ. അതെ, വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് സാറ് പറയുമ്പോഴേക്കും ചെറിയമ്മേ കേശുവിനെ നമുക്ക് ഇവിടെ ചേർത്താലോ എന്ന് കനി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഇത്രയും ദൂരം ഞാൻ എങ്ങനെ വരുമെന്ന് കേശു ചോദിക്കുമ്പോഴേക്കും എടാ ട്രെയിനിലൊരു സീസൺ ടിക്കറ്റ് എടുത്താലേ അവധിയുള്ളപ്പോ നീ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് കനി ചോദിക്കുന്നുണ്ട്. കേശു വാ കേശു, ഒരു ടെൻഷനും വേണ്ട, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മലയാളത്തിനേക്കാളും ഈസിയാ എന്ന് സാറ് പറയുമ്പോ ആണോ എന്ന് കേശുവും അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചായ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കൂടി ആക്കിയാലോ എന്ന് സാറ് ചോദിക്കുന്നുണ്ട്. ആവാലോ, ഞങ്ങൾ കൂടി സഹായിക്കാമെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും പാചക ഗുരുവിനെ എന്റെ കളരിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് സാർ അവരെ അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടേ. പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മയും കനിയും കേശുവും കൂടി മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. ചെറിയമ്മ വീട്ടിലില്ലെന്നറിഞ്ഞ പണി പാളൊന്ന് കനി ചോദിക്കുമ്പോൾ അത് ശരിയാ ടീച്ചറെന്ന് കേശുവും സമ്മതിക്കുന്നുണ്ട്. വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞ ടീച്ചറമ്മ തന്റെ മൊബൈൽ എടുത്ത് കല്ലുവിനെ വിളിക്കുന്നുണ്ട്. എന്റെ മുറിയിലേക്ക് ആരെങ്കിലും കയറിയോ കല്ലു എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അപ്പോ അമ്മമ്മ മുറിയിലില്ലെന്ന് കല്ലുവും ചോദിക്കുന്നുണ്ടേ. ഇല്ലെന്നും താനൊരു സ്ഥലം വരെ വന്നതാണെന്നും അമ്മമ്മ പറയുമ്പോ കനിക്കുഞ്ഞുണ്ടോ കൂടെ എന്ന് കല്ല് ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് അമ്മമ്മ പറയുമ്പോ ബാക്കി കഥയൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി ആദ്യം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും അത് അമ്മാമ്മയാണെന്ന് തോന്നിയതേ ഇല്ല. സിനിമയിലായിരുന്നെങ്കിൽ ഓസ്കാർ അവാർഡ് പെർഫോമൻസ് ആയിരുന്നു അമ്മാമ്മേ
എന്ന് കല്ല് പൊക്കി പറയുമ്പോഴേക്കും കല്ലൂസേ വേണ്ടാന്ന് ടീച്ചറമ്മയും താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ എത്തുന്നത് വരെ മേലെ മുറിയിൽ ആരും കയറാൻ പാടില്ല, അത്രയല്ലേ വേണ്ടൂ എന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും അതെ അത് മതി എന്ന് ടീച്ചറമ്മയും. അക്കാര്യം ഞാൻ ഏറ്റു, ഡൺ എന്ന് കല്ല് പറയുമ്പോഴേക്കും ഡൺ പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുന്നുണ്ട്. കല്ലു വേഗം തന്നെ റൂമിൽ നിന്ന് എണീറ്റ് പോയി സിറ്റ് ഔട്ടിലെ കൈവരിയിലിരുന്ന് പത്രം വായിക്കുന്ന വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛാ, ട്രിഗ്നോമെട്രിയിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചോണ്ട് മാത്സിന്റെ പുസ്തകവുമായിട്ടാണ് കല്ലുവിന്റെ വരവ്. പത്രമൊക്കെ പിന്നെ വായിക്കാം പ്ലീസ് അച്ഛാ എന്ന് കല്ല് പറയുമ്പോഴേക്കും മോളെ എന്റെ ടച്ചൊക്കെ പോയെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അതൊക്കെ അച്ഛനെ ജസ്റ്റ് നോക്കിയാ കിട്ടും, വാ അച്ഛാ എന്ന് പറഞ്ഞ് കല്ല് പിടിച്ചു വലിച്ചോണ്ട് വിഷ്ണുവിനെ തളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തളത്തിലെ കൈവരിയിൽ അച്ഛനെ കൊണ്ടിരുത്തി എല്ലാം മനസ്സിലാക്കി പഠിക്കാനല്ലേ അച്ഛൻ പറയുന്നത്. ഈ ട്രിഗ്നോമെട്രി എനിക്ക് ഒട്ടും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നേയില്ല, എനിക്ക് സൈനും കോസും ടാനുമൊക്കെ മാറിപ്പോവുക എന്ന് കല്ല് പറയുമ്പോഴേക്കും വിഷ്ണു അവളുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് വാങ്ങിക്കൊണ്ട് മനസ്സിലായാൽ ട്രിഗ്നോമെട്രി നല്ല ഈസിയാ, ഞാൻ നോക്കട്ടെ, കുറെ നാളായല്ലോ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് വരുന്ന രാധ ഈ കാഴ്ച കാണുന്നത്. അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണല്ലോ എന്ന് ആലോചിച്ച് മുകളിലേക്ക് കയറുന്നതിനടുത്തു തന്നെയുള്ള കൈവരിലിരിക്കുന്ന വിഷ്ണുവിനെയും കല്ലുവിനെയും കണ്ട് അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കൃഷ്ണചന്ദ്രൻ സാറിന്റെ അടുക്കളയിൽ ടീച്ചറമ്മ അവിടെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെല്ലാം നോക്കിക്കൊണ്ട് സാറും കനിയും കേശവും അവിടെ തന്നെ നിൽപ്പുണ്ടേ. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ ഗൈസ്, നമ്മുടെ പാചകഗുരു തൊട്ടനുഗ്രഹിച്ച അടുക്കളയാണ്, ഇനിയൊരു രക്ഷയും ഉണ്ടാവില്ലെന്ന് സാറും പറയുന്നുണ്ട്. ടീച്ചറമ്മ താൻ ഉണ്ടാക്കിയ കറി സാറിനെ രുചിച്ചു നോക്കാനായി കൊടുക്കുമ്പോഴേക്കും സാറത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയെന്ന് പറയുന്നുണ്ട്. രാധ അപ്പോഴും ടെൻഷനോടെ തളത്തിൽ നിൽപ്പാണ്. അങ്ങോട്ട് വരുന്ന മഹേഷ് രാധയുടെ നിൽപ്പ് കണ്ട് എന്തു പറ്റി രാധേച്ചിന്ന് ചോദിക്കുമ്പോഴേക്കും എടാ വിഷ്ണുവേട്ടൻ ഇരിക്കണ കണ്ടില്ലേ, ഞാൻ എങ്ങനെ അമ്മയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കും എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും അളിയൻ കല്ലുവിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാ, അത് കഴിയുമ്പോ പൊക്കോളും, അപ്പൊ കൊണ്ട് കൊടുത്താ മതി, വെറുതെ ഇവിടെ കിടന്ന് കറങ്ങണ്ട, ആള് ഷാർപ്പാ, കാര്യം പെട്ടെന്ന് പിടികിട്ടുമെന്ന് മഹേഷ് പറയുമ്പോഴേക്കും രാധയും അത് സമ്മതിക്കുന്നുണ്ടേ. അവിടെ സാറിന്റെ വീട്ടിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരിക്കുന്ന തിരക്കില. നമ്മുടെ ഡ്രൈവർ എവിടെയെന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും പുള്ളി പമ്പിലോട്ട് പോയെന്നും ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞെന്നും കേശു പറയുന്നുണ്ട്. എന്നും നമുക്ക് കഴിക്കാമെന്ന് സാറ് പറയുമ്പോഴേക്കും ടീച്ചറമ്മ എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് പുട്ടെടുത്ത് വെക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്നല്ലേ എന്നും കഴിക്കുന്നത്, ഇന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്തത് നന്നായി, എത്രയോ കാലമായി വീട്ടിൽ വെച്ചുണ്ടാക്കാൻ അറിയാവുന്നവർ വെച്ചത് കഴിച്ചിട്ട് ഒത്തിരി സന്തോഷായി എന്ന് സാറ് പറയുമ്പോഴേക്കും ഞങ്ങളെ ഇത് പ്ലാൻ ചെയ്തുള്ള യാത്രയൊന്നുമല്ല എന്ന് കനിയും പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെയും അപ്രതീക്ഷിതമായിരിക്കും എന്ന് സാറ് പറയുമ്പോഴേക്കും എന്തായാലും സാറിന്റെ ട്യൂഷൻ സെന്ററിൽ വരാനുമായി, സാറിന്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുമായി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇനി ലക്ഷ്മിയും ആസിയുമായിട്ടൊന്നുമല്ല, സരസ്വതിയായിട്ട് തന്നെ പുറത്തു വരണം. ആ ഡിസ്കംഫർട്ടിന്റെ തോട് പൊട്ടിച്ചാലേ പറ്റൂ, വരുന്ന പ്രശ്നങ്ങൾ എന്നായാലും നമ്മൾ നേരിട്ടല്ലേ പറ്റൂ എന്ന് സാറ് പറയുമ്പോൾ സാറ് പറയുന്നത് ശരിയാ, പക്ഷേ അന്നേരം ആദ്യം സംഭവിക്കുന്നത് കുഞ്ഞിയുടെ ജോലി നഷ്ടപ്പെടുന്നതാവും, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാ ഇപ്പൊ എന്റെ പേടി എന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ട്. വീണയ്ക്ക് കിട്ടിയ ജോലി ഡൈയിങ് ഹാർഡ്നെസ് അല്ലേ, ഇപ്പൊ സരസ്വതി ജീവനോടെ ഉള്ളതിനാൽ അത് അനർഹമായ നിയമനം തന്നെയാ. സരസ്വതി ഇങ്ങനെ ഒളിച്ചിരിക്കലും ആ നിയമലംഘനത്തെ സപ്പോർട്ട് ചെയ്യലാണ്. ആലോചിക്കൂ, സരസ്വതി ഇങ്ങനെ ഇരുട്ടിലിരിക്കേണ്ട ആളല്ല എന്ന് സാറ് പറയുമ്പോഴേക്കും താനും ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ടെൻഷനോടെ ഇരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ടീച്ചറമ്മ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് മുകളിലേക്ക് ലാഡറിലൂടെ കയറാൻ നോക്കുന്നതും വിഷ്ണുവിനെ ജാവേദ് വിളിച്ചിട്ട് തമിഴ് സംഘവുമായി താൻ കോംപ്രമൈസ് ടോക്ക് നടത്തിയെന്നും കർമ്മം ചെയ്യാനുള്ള അസ്ഥി അവർക്ക് എടുത്തു കൊടുക്കാമെന്ന് സമ്മതിച്ചെന്നും ജാവേദ് പറയുന്നതും രാത്രിയാവുമ്പോൾ ആരും കാണാതെ വിഷ്ണുവും ജാവേദും കൂടി ആ കുഴിമാടത്തിന്ന് അസ്ഥി എടുക്കാൻ ശ്രമിക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.